ഞാനിന്ന് ചെയ്യാൻ പോണത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന അപ്പവും ചിക്കൻ സ്റ്റൂവാണ് കേട്ടോ. നമ്മളിപ്പോൾ അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയാലും നമുക്കൊരു 30 മിനിറ്റ് കൊണ്ട് നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ ഒരു തേങ്ങ പോലെയായി കിട്ടും അത്. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ളതായതുകൊണ്ടേ അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയൊക്കെ നമ്മുടെ അളവ് പോലെയൊക്കെ എടുക്കുക. പക്ഷേ എനിക്കിത് 4 ടേബിൾ സ്പൂൺ ചേർക്കുമ്പോൾ കറക്റ്റ് ഒരു പാകത്തിന് അത് കിട്ടിയിരിക്കുന്നു. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ അതിനൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർക്കുക. ഈ ചേർക്കുന്ന എല്ലാം ചെറു ചൂടുവെള്ളമാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ചേർക്കുക. അപ്പം പത്തിരിപ്പൊടി എന്നൊക്കെ പറഞ്ഞ് കിട്ടുമല്ലോ, അതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് അവൽ, 1/4 കപ്പ് ചോറ്, അതിലേക്ക് പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് കുറച്ച് പാല് ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. പാലിന് പകരം സാധാ ചൂടുവെള്ളം ചേർത്താലും മതി. അപ്പോൾ നമ്മളതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള രീതിയിൽ അതിനെ ഇളക്കിയെടുക്കുക. അതിന് ശേഷം നമ്മളിത് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കണം. ഞാനിപ്പോൾ എടുത്ത് വെച്ചത് മുഴുവൻ ഒരു 3 ബാച്ചായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ല രീതിയിൽ അരച്ച് 3 തവണയായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് 2 മിനിറ്റോളം നമ്മളതിനെ മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് വെച്ച് അതിലേക്ക് നല്ലൊരു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂട് കിട്ടും. പിന്നെ 30 മിനിറ്റ് കൊണ്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ പൊങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി സോഡാപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പും ഒരല്പം വെള്ളത്തിൽ ചാലിച്ചിട്ട് നമ്മുടെ അപ്പത്തിൻ്റെ മാവിലേക്ക് ചേർക്കുക. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കി, അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇപ്പോൾ ഈ കലക്കിയെടുത്ത സോഡാപ്പൊടിയുടെ ഇതും കൂടിയൊക്കെ ചേർത്ത് നന്നായിട്ടതിനെ മിക്സ് ചെയ്യുക. ഒത്തിരി നേരത്തെ നമ്മളതിൽ ഈ സോഡാപ്പൊടി ചേർത്ത് ഇളക്കരുത് കേട്ടോ. സോഡാപ്പൊടി ചേർത്ത് ഇളക്കുന്ന നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പേ ചേർക്കാവുള്ളൂ. എന്നിട്ട് ചൂടായിട്ടുള്ള അപ്പത്തിൻ്റെ ചട്ടിയിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 2 സൈഡും പിടിച്ച് നല്ല രീതിക്ക് അതിനെ ചുറ്റിച്ചെടുക്കുക. ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളതിനകത്ത് ചെറിയ രീതിയിൽ ഹോൾസ് ഉണ്ടല്ലോ, അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഹോൾസ് വന്നു കഴിയുമ്പോൾ അപ്പം മൂടി വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരെ നമ്മളതിനെ അപ്പം വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പമൊക്കെ വെന്തിട്ടുണ്ട്, സൈഡൊക്കെ പതിയെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എടുക്കുക. ഇനി നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ക്യാരറ്റ്, 4 ഉരുളക്കിഴങ്ങ്, 1 സവാള എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കാൻ 2 തക്കോലം, 5-6 ഗ്രാമ്പു, കുറച്ച് കറുവാപ്പട്ട, 5-6 ഏലക്ക, കുറച്ച് കുരുമുളക്, ഇതാണ് നമ്മളിതിനകത്ത് ചേർക്കുന്ന മസാലക്കൂട്ട്. വേറെ പൊടികളൊന്നുമില്ല കേട്ടോ. ഇത് നമ്മളൊന്ന് ചതച്ചെടുക്കണം. നന്നായിട്ടും പൊടിയൊന്നും വേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ ആ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ചെറുതാക്കി നുറുക്കി വെള്ളത്തിലിട്ട് വയ്ക്കുക, നിറം മാറാണ്ടിരിക്കാനാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അത് ചെറുതാക്കി അരിയുക. ഇത് കുറച്ച് ചിക്കൻ, ഒരു 300 ഗ്രാമോളം ചിക്കനുണ്ട്. ചിക്കൻ ചെറിയ ബോൺലെസ് ആയിട്ട് എടുത്തിട്ട് അത് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മസാലക്കൂട്ടും, 1 സവാളയും, കുറച്ച് പച്ചമുളകും, ഇതെല്ലാം കൂടി നമുക്കിനി കുക്കറിലേക്കിട്ട് വേവിക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഉരുളക്കിഴങ്ങ് കഴുകി വെച്ചതാണ്. അപ്പോൾ ആ വെള്ളം കൂടി ചേർത്തിട്ട് കൊടുക്കുക. ക്യാരറ്റ് ചേർക്കുക. എല്ലാം കൂടി ഒരുമിച്ചിടുക. നമ്മളിപ്പോൾ എടുത്ത് വെച്ച സാധനങ്ങളെല്ലാം ഒരുമിച്ച് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ പൊടി മൊത്തം ചേർക്കുന്നില്ല. ആ എടുത്തതിൽ 1 ടീസ്പൂൺ നമ്മുടെ ആ മസാലയുടെ കൂട്ട് ചേർക്കുക. 2 ചിക്കൻ്റെ ക്യൂബ് അതും കൂടി ചേർക്കുക. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ചിക്കൻ്റെ ക്യൂബിൽ ഉപ്പുണ്ടല്ലോ. അതും കൂടി ചേർക്കുക. ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ഈ കുക്കർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. കുക്കർ വെച്ചിട്ട് നമ്മളൊരു 2 വിസിൽ കേൾപ്പിക്കണം കേട്ടോ. അപ്പോൾ കുക്കർ വെച്ചു 2 വിസിൽ കേൾക്കണമെങ്കിൽ നമുക്കവിടെ വെച്ചേക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ പെട്ടെന്ന് കരിയേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അല്പം ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഞാനതിലേക്ക് ഒന്ന് വറുത്തിടാനായിട്ട് കറി വെച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് വറുത്തിടാൻ വേണ്ടി ഒരല്പം വറുത്തിടാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. നോക്കി ഇപ്പോൾ 2 വിസിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഈ സവാള ഒരു ബ്രൗൺ നിറം ആവണ വരെ നമ്മൾ വറുത്തെടുക്കണം. അത് വറുത്ത് മാറ്റിയുണ്ട്. ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈസിൻസ് ഇതുപോലെ വീർത്ത് വന്നു കഴിയുമ്പോൾ എടുക്കുക. പിന്നെ കുറച്ച് കാഷ്യൂ 2ആയിട്ട് മുറിച്ചിട്ടിട്ട് അത് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവും വറുത്ത് കോരുക. എന്നിട്ട് ആ ഇതിലേക്ക് തന്നെ നമ്മളിപ്പോൾ വേവിച്ച് വെച്ച് കഷ്ണങ്ങൾ വേവിച്ചിട്ടുണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായി അതിനൊന്ന് ആ ഒരു നെയ്യിലും എണ്ണയിലും കൊണ്ട് ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റെങ്കിലും നമ്മളിതുപോലെ തിളപ്പിച്ച് പതിയെ അതൊന്ന് കുറുകി അതിൻ്റെ വെള്ളമൊന്ന് വറ്റിക്കഴിയുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൽ 2ാം പാലാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. 2ാം പാൽ ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് തിളപ്പിച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്ന വരെ നമ്മളതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കുക. 1ാം പാൽ ചേർത്തിട്ട് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഞാൻ തിളപ്പിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഡ്രൈ കോക്കനട്ട് ആയതുകൊണ്ട് തിളച്ചാലും നമുക്ക് പിരിഞ്ഞൊന്നും പോകത്തില്ല. നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ അതിലേക്ക് ലാസ്റ്റായിട്ട് ഞാനപ്പോൾ എടുത്ത് വെച്ച മസാല ഉണ്ടല്ലോ അതിൽ നിന്നൊരു 1/2 ടീസ്പൂൺ മസാലയും കൂടി അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് കുറച്ച് ബട്ടറും നമ്മളിപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂവും ഉള്ളിയും കൂടിയൊക്കെ ചേർത്ത് എടുക്കുക. ഇത്രേ ഉള്ളൂ, നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് അങ്ങനത്തെ സ്റ്റൂ. നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ആ ചേർത്തതാണ് ഇതിൻ്റെ ഒരു മസാല കൂട്ടുന്നത്. വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളത് നല്ല അപ്പത്തിൻ്റെ കൂടെ നല്ല സ്റ്റൂ കൂടി ചേർത്തൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.